കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് ബ്രഹ്മപുരം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമായിരുന്നു. അന്ന് കത്തിയതും പിന്നീടുണ്ടായിരുന്ന പൊല്യൂഷനും ഒക്കെ നമുക്കറിയാം. അത് മാത്രമല്ല, കൊച്ചി നഗരത്തിൽ ഉടനീളം പോയിട്ടുണ്ടെങ്കിൽ മാലിന്യം സംസ്കരിക്കാതെ കിടക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പലപ്പോഴും നമ്മൾ മഴ കൂടി പെയ്യുകയാണെങ്കിൽ പറയണ്ട. കാരണം പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ചവിട്ടുന്നത് ഈ മലിനമായിട്ടുള്ള വെള്ളത്തിലായിരിക്കും. പല അസുഖങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ കൊച്ചിയിൽ പെരുകുന്നതിന് ഒരു കാരണമായിട്ട് ഇത് മാറാറുണ്ട്. പക്ഷേ പല അതായത് മേയർമാരൊക്കെ മാറി മാറി വരുമ്പോഴും ഭരണ സമിതിയൊക്കെ മാറി മാറി വരുമ്പോഴും അതിലൊന്നും കൊച്ചിയെ പ്രതിനിധീകരിക്കുന്ന ഈ പ്രധാനപ്പെട്ട പ്രശ്നത്തിനൊരു എന്താ പറയാ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്ന് പറയാറുണ്ട്. അത് കൊച്ചി നഗരത്തിലൂടെ നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു പോയാൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം മാലിന്യ പ്രശ്നമായിരിക്കും. പക്ഷെ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊച്ചിക്ക് മാത്രം തീരാ തലവേദനയായിട്ട് ഈ മാലിന്യ പ്രശ്നമുള്ളത്? അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിക്ക് വൻതോതിലുള്ള സഹായങ്ങൾ ലഭ്യമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊച്ചി നഗരസഭയിൽ കഴിഞ്ഞ 2023-24 കാലഘട്ടം വരെ 20-25 ഭരണകാലഘട്ടത്തിൽ നമ്മളുടെ വേസ്റ്റ് ശുചിത്വ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട CSML കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് 25 കോടി രൂപയുടെ അടുത്താണ്. അതിൽ നമ്മളുടെ ഈ റോഡുകളിൽ നിന്നൊക്കെ എടുക്കുന്ന വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ട്രൈസൈക്കിളുകൾ, ആ ട്രൈസൈക്കിളുകൾ ഒരു 120 കൊച്ചി നഗരസഭയിൽ 20 സർക്കിളുകളിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ബ്രഹ്മപുരത്തേക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ RTI വച്ചയിൽ നിന്ന് കിട്ടിയ മറുപടിയിൽ ഇപ്പം ഏതാണ്ട് ഒരു 40 കട്ടപ്പുറത്ത് കയറ്റി വെച്ചേക്കാണ്. അതായത് ഓരോ സർക്കിളിനും കൊടുത്തേക്കുന്ന എണ്ണങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു, എത്ര എണ്ണം വർക്കിംഗ് ആണ്, എത്ര എണ്ണം വർക്കിംഗ് അല്ല എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടി കിട്ടിയ മറുപടി വെച്ച് നോക്കുമ്പോൾ അതിൽ 2 സർക്കിളുകളുടെ മറുപടി എനിക്ക് വന്നില്ല. 3-ാം സർക്കിളും 13-ാം സർക്കിളിലെയും മറുപടി വന്നില്ല. വന്ന കണക്കനുസരിച്ച് എൻ്റെ കണക്ക് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 103 വാഹനങ്ങളുടെ കണക്കേ എനിക്ക് കിട്ടിയുള്ളൂ. അതിലാണ് ഞാൻ ഈ പറഞ്ഞത് ഏതാണ്ടൊരു 40-50 വാഹനങ്ങൾ ആ സമയത്ത് കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കിളുകൾക്ക് CSML കൊടുത്ത ഫണ്ട് അത് പ്രകാരം മേടിച്ചിട്ടുള്ളതിൽ അതിന് ഒരു വാഹനത്തിന് ഏതാണ്ട് 1,99,147 രൂപ പ്രകാരം 120 സൈക്കിളിന് 2,30,97,000 സംതിങ് അത്രയും തുക അതിന് മാത്രം കൊടുത്തു. അതിന്റെ ഗ്യാരണ്ടി, അതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് ബാറ്ററി വാറണ്ടി 1 വർഷവും വണ്ടിക്ക് വാറണ്ടി 5 വർഷമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ വാഹനങ്ങൾ എങ്ങനെ കട്ടപ്പുറത്ത് കയറി? അപ്പൊ അതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിന് ശുചിത്വ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എത്തത്തക്ക രീതിയിലുള്ള ഫണ്ട് വിനിയോഗം, ഫണ്ട് CSML കഴിഞ്ഞ തവണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കൂടാതെ കണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ CSML കൊടുത്തു എന്ന് പറയുന്ന ഈ വാഹനങ്ങൾ കൂടാതെ അവർ തന്നെ തന്നിട്ടുള്ള മറുപടിയിൽ പറയുന്നത് റോറോ സ്വീപ്പിംഗ്, വേസ്റ്റ് മാനേജ്മെന്റ്, വീഡ് കട്ടിംഗ്, സ്ലിറ്റ് പുഷിംഗ്, പൂത്തോൾ പാച്ചിങ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ റോറോ വെസൽ അടക്കം ഏതാണ്ട് അതും കൂടി ചേർത്ത് ഏതാണ്ട് 24,15,20,000 രൂപ അത് വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഏതാണ്ട് 25-30 കോടി രൂപ കൊച്ചി നഗരസഭാ പരിധിയിൽ ഈ ശുചിത്വ പദ്ധതിക്ക് വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. ഇത് കൂടാതെ കണ്ട് CSML വിനിയോഗം തന്നേക്കുന്ന ഫണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നേക്കുന്ന കറക്റ്റായിട്ടുള്ള ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി നഗരസഭക്ക് കിട്ടിയേക്കണത് ഏതാണ്ട് 100 കോടിയുടെ അടുത്താണ്. അതില് നമ്മുടെ ഈ എറണാകുളം മാർക്കറ്റിന്റെ വർക്ക്, നമ്മളുടെ സ്ട്രീറ്റ് ലൈറ്റ് അടക്കം, ഹോസ്പിറ്റലുകളുടെ വാക്ക് വേയുടെ
ഉം, ഡെവലപ്മെന്റ് ഓഫ് പിന്നെ ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ ഓഫ് 2, 3, 4 ബ്രിഡ്ജുകൾ, അങ്ങനെ CSML ഫണ്ട് നൽകിയിട്ടുള്ള ചെങ്ങമ്പുഴ പാർക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപ കൊച്ചി നഗരസഭയുടെ അകത്ത് ഉം, ശുചിത്വ പദ്ധതിയും വികസനത്തിനുമായിട്ട് കൊടുത്തേക്കുന്ന മേഖലയുണ്ട്. ഉം, ഇതിൽ ഈ കോടിക്കണക്കിന് രൂപ CSML ഈ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതെല്ലാം കൊടുത്തിട്ടും ഉം, എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല എന്നുള്ള ചോദ്യം, ഉം. അത് ഉദ്യോഗസ്ഥ മേഖലയിലെ കെടുകാര്യസ്ഥതയാണ്, അഴിമതിയുടെ മുഖഭാവമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. പലപ്പോഴും ഫണ്ടിന്റെ ഒരു ദൗർലഭ്യം ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഇത്രയധികം 100 കോടിയാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഈ എമൗണ്ട് ഒന്നും കൊച്ചിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ശുചിത്വത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഓക്കെ, അഴിമതി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ മേയർ ഉൾപ്പെടെയുള്ളവരെ അവിടെ എന്തിനിരിക്കുന്നതാണ്? അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഭരണ നേതൃത്വത്തിന് അല്ലെങ്കിൽ ഭരണമേഖലയുടെ തലത്തിലേക്ക് ഇതുകൊണ്ട് കെട്ടിവെക്കുന്നത് പോലെ ഇതിനകത്ത് ഒരു ശുദ്ധികലശം ഉദ്യോഗസ്ഥ മേഖലയിലാണ് വേണ്ടത്. അപ്പൊ ഉദ്യോഗസ്ഥ മേഖലക്ക് ഭരണമേഖലയെ ഭയമില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാലോ, കടകള്, ഈ രാത്രികാല കടകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ വിഷയം ഉണ്ടായ സമയത്തും രാത്രികാല കടകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ കടകൾക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്ന സംഭവം, ഇതൊക്കെ ആരോഗ്യ വകുപ്പിന്റെ മറ്റേ സർക്കിളുകളുടെ കീഴിലാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഓടയിലേക്ക് സ്ട്രെയിറ്റ് ക്ലീനിങ് വാട്ടർ ഹോട്ടലിന്റെ വെക്കുന്ന സംവിധാനമുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും നടപടിയെടുക്കാത്ത സർക്കിളുകളുണ്ട്. അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പറയുമ്പോൾ അവരത് അയ്യോ സാറേ ഞാൻ നാളെ തന്നെ പോയി അത് നോക്കാട്ടോ. പക്ഷെ ഇവരുടെ നോട്ടം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവിടെ ചെല്ലുന്നു, അതിന്റെ പുറകെ ഇതിന്റെ ഓണർ വരുന്നു, ഞങ്ങൾ അടുത്ത ആഴ്ചക്കുള്ളിൽ അതിനകത്ത് STP വെച്ചേക്കാം, അല്ലെങ്കിൽ ഇന്ന മാതിരി ഞങ്ങൾ ചെയ്തോളാം, അതിന് വേണ്ടുന്ന മാതിരിയുള്ള കാര്യങ്ങൾ സന്തോഷം. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് തന്നെയാണ് പല ഫ്ലാറ്റുകളിലും ഉള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് പേരണ്ടൂർ കനാലിലേക്ക് പോയി. ഇതൊക്കെ ആരോഗ്യ വകുപ്പിന്റെ മറ്റെന്താ പറയണ, അവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് കൊച്ചി നഗരം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് ടാക്സ് റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരവ്, അതേമാതിരി സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഫണ്ട് വരവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇത്ര കണ്ട് വികസനത്തിന് വേണ്ടി, നഗരത്തിന്റെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നഗരത്തിലെ ശുചിത്വ പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര കോടി രൂപ, ഏതാണ്ട് 25 കോടി രൂപ കഴിഞ്ഞ 5 വർഷം, 25 കോടി രൂപ എന്ന് പറയുന്നത് ഒരു പരിധി വരെ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി നഗരത്തിലെ ഏറെ ഭാഗമൊക്കെ ക്ലീൻ ആവേണ്ട സാഹചര്യമുണ്ട്. ഇപ്പൊ ഞാനിത് നിങ്ങൾ സൂചിപ്പിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ബ്രഹ്മപുരം. ഈ ബ്രഹ്മപുരത്തിന്റെ കണക്കെന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ കൊടുത്തത്. ഈ ബ്രഹ്മപുരം കത്തിയതല്ല, ശരിക്കും കത്തിച്ചതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടിയിൽ വളരെ വ്യക്തമായിട്ട് ഓരോ കത്തിയതിന്റെ ഒരാഴ്ചക്ക് കൊണ്ട്, കത്തിയതിന്റെ ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് 10 കോടി രൂപ അവിടുത്തെ എന്താ പറയണ പെട്ടെന്നുള്ള എന്താ പറയുക എമർജൻസി വർക്കുകൾക്ക് ഒരു അനുവാദവും ഇല്ലാതെ കണ്ട്, ഒരു തീരുമാനവും ഇല്ലാതെ കണ്ട് ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തതിന്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, സാമ്പത്തികം വരുന്നു, ആ സാമ്പത്തികം വരുന്നതിന്റെ വിനിയോഗത്തിന് സൂക്ഷ്മതയില്ലാത്ത അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും എഴുതി വെക്കുന്നു, ആരെങ്കിലും ഒപ്പിടുന്നു. ഇതിനൊരു ഇന്റേണൽ ഓഡിറ്റിങ്, എന്തോരം ഇന്റേണൽ വിജിലൻസ് അന്വേഷണങ്ങളാണെന്നറിയാമോ നഗരസഭാ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അത്തരത്തിലുള്ള വിജിലൻസിന്റെ അന്വേഷണത്തെ പോലും ഭയപ്പാടില്ലാത്ത ഒരു ഉദ്യോഗസ്ഥ മേഖലയായി ഈ നമ്മളുടെ നഗരസഭ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഫണ്ട് വിനിയോഗം സുതാര്യമായിട്ടുള്ള രീതിയിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കിട്ടിയിട്ടുള്ളത് അത് ഏതൊക്കെ മേഖലകളിൽ, നഗരസഭയിനകത്ത് എഴുതി വച്ചിരിക്കുന്ന കണക്കല്ല നമുക്ക് വേണ്ടത്, പൊതുജനങ്ങൾക്ക് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ഒരു കണക്ക്, അതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന്റെ വിനിയോഗം കൊച്ചി നഗരസഭക്കകത്ത് നടന്നിട്ടുണ്ടോ, നടന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് നടന്നില്ല എന്ന് അന്വേഷിക്കുവാനും അതിനെതിരെ അന്വേഷണം നടത്തുവാനും ഇപ്പോഴത്തെ ഭരണസമിതി മേയർ അടക്കമുള്ളവർ തയ്യാറായാൽ ഇനി വരുന്ന ഫണ്ട്
കൊച്ചി നഗരസഭയ്ക്ക് ഇനി വരുന്ന ഫണ്ടെങ്കിലും പല കൈകളിലേക്ക് പോവാതെ, പല വായ്കളിലേക്ക് പോകാതെ, പല പോക്കറ്റുകളിലേക്ക് പോകാതെ കൊച്ചി നഗരത്തിന്റെ ശുചിത്വമായിട്ടുള്ള പദ്ധതിക്ക് വിനിയോഗിക്കാൻ കഴിയും.